അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അസ്സലാമലൈക്കും എന്ന് പറയുമ്പോൾ എന്തിനാ നീട്ടണേന്ന് ചോദിച്ചുകാണ്ട് കമൻറ്റ് വന്നീനി. അപ്പം ഇന്ന് നീട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ മക്കളെ? എല്ലാവരും റെഡിയാണോ? വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കിയിട്ടാ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ അറിയുള്ളൂ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോളി. വീഡിയോ ലൈക്ക് ചെയ്യണോ, കമൻറ്റ് ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യണോ എന്നൊക്കെ കേട്ടോ. ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരേണ്ടിട്ടോ. പിന്നെ നമ്മളോട് ഒരാൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, സജിത. ഹായ് സജിത. ഇനിയിപ്പോൾ ചേച്ചിയാണോ താത്തയാണോ അഞ്ചത്തിയാണോ ഒന്നും അറിയില്ല. ഏതായാലും നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്. അപ്പം എന്നേ നമ്മൾ ഉണ്ടാക്കണത് എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഓട്ടടക്ക് അരി അരക്കാൻ വേണ്ടി കേക്ക് വെള്ളത്തിൽ തലേന്ന് തന്നെ ഇട്ടേക്കും. എന്നാൽ പിന്നെ രാവിലെ നീച്ചാൽ പിന്നെ പണിയില്ലല്ലോ. കേക്ക് കുത്തിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടെടുത്താൽ മതി. ജാറ് കഴുകിയിട്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിനി. ചോറ് ഓട്ടടയ്ക്ക് ചേർക്കാഞ്ഞാൽ ഓട്ടട നന്നാവില്ല കേട്ടോ. വെറുങ്ങലിച്ചു കൊണ്ടേ ഇക്കാരം. അപ്പോൾ ഒരു നുള്ള് ചോറിടണം. പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇട്ടാലും രസമാണ്. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം ഇന്ന് തേങ്ങയൊന്നും ഇടുന്നില്ല. കുറച്ച് ചോറ് ഇട്ടിക്കണ്. ഇനി അത് അരഞ്ഞ് വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഒറ്റിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇന്ന് ചാറ് വെക്കണത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ വെച്ചിട്ട് കുറേ ദിവസമായിക്കണേ. അപ്പം എന്നാൽ പിന്നെ ചെറുപയർ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം ഇന്ന് ഓട്ടടയും ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇതാക്കണേ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ കുറച്ച് തോനുണ്ടായിനി കൊണ്ട് ഇട്ടപ്പം കുറച്ചുള്ളതിന് പക്ഷേങ്കിൽ അത് പുതിർന്ന് വന്നപ്പോൾ കുറച്ച് തോനുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി കുറച്ച് അവിടെ മാറ്റി വെച്ചിക്കണേ. അപ്പം ഞാൻ വിചാരിച്ചത് ഉച്ചക്ക് ചോറ് വെക്കുമ്പോൾ അത് വിറ്റുകാണ് ചോറക്കാന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പം അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ഒരു 2-3 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിക്കണേ. അപ്പം അങ്ങനെ നമ്മൾ എന്താട്ടി കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കുക്കറുണ്ട് മൂടിയിട്ട് 4 കറക്കണ്ട് കറക്കിയിട്ട് മൂടണീൻ്റെ മുന്നേ കേട്ടോ നമ്മൾ കറക്കിക്കണത്. എന്നിട്ടിപ്പോൾ മൂടിക്കാണ്ട് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അത് ഞാൻ കുക്കർ അടുപ്പത്ത് കൊണ്ടു വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഗ്യാസുമ്മേ. ഇനി അതവിടെ ഒരു 2-3 വിസിൽ വന്ന് വേകട്ടെ. നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൊണ്ടുപോയി വെച്ചിക്കണേ. പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ സിങ്ക് കൊണ്ടുപോയിടാണ് കേട്ടോ മോറാനേ. പിന്നെ നമ്മൾ അരിയൊക്കെ അരഞ്ഞ് വന്നപ്പോൾ ഞാൻ നമ്മളെ ചട്ടിക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അരിഞ്ഞിക്കണേ നോക്കുമ്പോൾ അരിഞ്ഞിക്കണ കേട്ടോ. അപ്പോൾ നല്ല കുറുന്നനെയല്ലേ. ഇങ്ങനെ കുറുന്നനെ ആയിക്കാണ്ട് ചുട്ടാൽ നമ്മൾ ഓട്ടട നന്നാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, കുറച്ച് ചൂടുവെള്ളം പാരും. നല്ല തിളച്ച വെള്ളമല്ല, ഒന്നും ഇങ്ങോട്ട് ചൂടായ വെള്ളമാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടായ വെള്ളം കൂടി പാർന്നു കൊടുത്താലും നമ്മളെ ഓട്ടട നല്ല സൂപ്പറായി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഏതായാലും കുറച്ച് ചൂടുവെള്ളം കൂടി പാർന്നു കൊടുത്തിക്കണേ. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് കയ്യിലെടുത്ത് കൊടുക്കാൻ പോയതാട്ടോ. അതിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്താട്ടണം, ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു ചോയ രസമാണ് കേട്ടോ. പിന്നെ ബാക്കി ചൂടുവെള്ളം ഞാൻ ആ ചായക്ക് തന്നെ പാർന്നിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അടുപ്പത്തെ വെണ്ണൂറ് വാരാൻ വേണ്ടി പോയിക്കണേ. അപ്പം അങ്ങനെ വെണ്ണൂറൊക്കെ വാരുകയാണ്. ഇനി നമുക്ക് നമ്മളെ വിറകൊക്കെ വെച്ച് ഒന്ന് തിരിച്ചൊന്ന് പൊടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഓലക്കൊടി തിരഞ്ഞിട്ട് കാണാമല്ലോ കേട്ടോ. കൊണ്ടുവന്ന് വെച്ച ഓലക്കൊടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് മട്ടനുണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് പൊടിപ്പിച്ച് എടുക്കട്ടോ.
അപ്പം അങ്ങനെ ഓലക്കൊടി വെക്കാഞ്ഞാൽ വേഗം തിരിച്ച് പിടിച്ചിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം എടുത്തുകൊണ്ടിരാൻ വല്ലാത്ത മടിയാണ്, അവിടെ അറ്റം പോണ്ടേ. പിന്നെ എന്താണെന്നറിയോ, ആ മട്ടന്മ കുറച്ച് ഓലക്കൊടീൻ്റെ കുറച്ച് തുമ്പും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പം വേഗം കത്തിക്കിട്ടും. പിന്നെ ഏതായാലും ഞാൻ തീപ്പെട്ടി വരക്കാനൊന്നും നിന്നിട്ടില്ല, ഗ്യാസ് ഏതായാലും കത്തുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കത്തിച്ചു കൊടുങ്ങാണ്ട് നമ്മൾ അടുപ്പിക്കാണ് വെച്ചു കൊടുത്തേക്കണേ. ബാക്കിയുള്ള കടലാസുമാണ് വെച്ചു കൊടുത്ത് തിജ്ജ് അവിടെ കത്തട്ടെ. തിജ്ജ് കത്തിച്ചപ്പോഴത്തേന് നമ്മൾ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ചായപ്പൊടിയും പഞ്ചാരയും ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ചായപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ പുതിയ പ്ലകാക്കല്ല ഊട്ടിക്ക് പോയിനി മക്കളെ, അന്ന് കൊടുന്നച്ച ചായപ്പൊടിയാണ്. ഇപ്പോഴാണ് നമ്മൾ എടുക്കണത് കേട്ടോ. അതിട്ടാണ് കുറച്ച് നേരം തിളക്കണമെന്നെങ്കിൽ ചായക്ക് കളർ ഉണ്ടാവുള്ളൂ. അങ്ങനെ തിജ്ജൊക്കെ നല്ല ഉസാറായി കത്തണുണ്ട്. നമ്മൾ ഓട്ടടൻ്റെ ചട്ടി വെച്ചിക്കണം കേട്ടോ. നമ്മളെ മീനൂട്ടിക്ക് വലിയ തൃപ്പതി ഇല്ലാത്തൊരു കടിയാണ് നമ്മൾ ഈ ഓട്ടട. ഈ ഓട്ടട എന്നുണ്ടാക്കണോ അന്ന് ഇത് ഓള് തിന്നണതൊക്കെ എലി കാരണ മാതിരി കാരണം ഉള്ളത്തെ മാത്രം കാർന്ന് തിന്നിട്ട് പുറത്തത്തെ വലിച്ചെറി. അങ്ങനെയാണ് ഓള് കാട്ടൽ കേട്ടോ. അപ്പോൾ ഓൾ ഇന്നലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ ഓട്ടട ഉണ്ടാക്കണ്ട, പക്ഷേ എന്തെങ്കിലും ഒരു കടി വേണ്ടേ വിചാരിച്ചിട്ട് ഓട്ടട ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഓട്ടട ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ല ചൂടുമാണ് കേട്ടോ. ഈ ഓട്ടട ചൂടുമ്പോൾ എന്നെങ്കിലേ നമ്മൾ ഓട്ടട നന്നാവുള്ളൂ. ചൂടില്ലാതെ ഓട്ടട, ചട്ടി ചൂടില്ലാതെ ഓട്ടട പാർന്നാൽ ഓട്ടട നടുക്ക് മാത്രം കുറച്ച് പുള്ളിക്കുത്ത് തന്നുകാണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വിറങ്ങലിച്ച് കൂട്ടാം. അങ്ങനെ എല്ലാ ഓട്ടടയും നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മളെ ചെറുപയറൊക്കെ വെന്ത് സൂപ്പറായി വന്ന് തുള്ളി തേങ്ങ അരച്ചു. പിന്നെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കരിയേപ്പിട്ട് തൂമിച്ച് വെച്ചു കേട്ടോ. അപ്പം നമ്മളെ പച്ചക്കറി ഞാരും കണ്ടില്ല എന്ന് പറയേണ്ടതാക്കണേ. ഒരു ഉസാറൊന്നുമില്ല, എന്നാലും മാണോ മാണ്ടേ എഴുതിക്കാണ്ട് അങ്ങനെ നിൽക്കണുണ്ട് ഓല്. പിന്നെ ഇതാക്കണ തക്കാളിക്കൊക്കെ ഞാൻ കോലൊക്കെ കുത്തിക്കണ് കെട്ടി കൊടുത്തേക്കണേ. നമ്മളെ ചീരൻ്റെ കഥ പിന്നെ പറയണ്ട, ആർക്കാനും വേണ്ടി ഓക്കാൻ ചേർന്ന മതി. എന്താ മാണോ മാണ്ടേ വിചാരിച്ച് ഇങ്ങനെ ചെറിയ കുഞ്ഞായി ഇങ്ങനെ നിൽക്കുക തന്നെ. പിന്നെ ഇതാക്കണേ നമ്മളെ പയറുണ്ടെങ്കിൽ ചായ ഇങ്ങോട്ട് കൂടിയിട്ട് വെച്ച. അപ്പോൾ ഏതായാലും ഞാൻ ഇല്ലതൊക്കെ ഒന്ന് പറിച്ചെടുക്കാണ് കേട്ടോ. എല്ലാം കിട്ടി അതായില്ലേ വിചാരിച്ചിക്കാണ്ടേ. അപ്പോഴും ഇപ്പോഴും കിട്ടണത് അങ്ങനെ ഒരു കൂട്ടി വെക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറിച്ച് വെക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാക്കണേ, അപ്പം ഇന്ന് കുറച്ച് തോനെ കിട്ടിയിരിക്കണം കേട്ടോ. ഒരു പെരിക്കില്ലേ കിട്ടിയിരിക്കണേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടണത് കേട്ടോ. ഇതുവരെയും കിട്ടിയിട്ടില്ല എത്ര തോനെ. അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിച്ച് അങ്ങനെ ഒരു കൂട്ടിക്കാണ്ട് ഒരുമിച്ചാക്കിക്കാണ്ടാണ്ട് വെക്കലാണ്. ഇന്നിപ്പോൾ ഒരു പയറ് പറിച്ചപ്പോൾ ഒരു ഉപ്പേരിക്കുണ്ട് കേട്ടോ. പിന്നെ ചായയൊക്കെ ചൂടാക്കി ഓട്ടടയൊക്കെ എടുത്ത് നമ്മൾ തിന്നുകയാണ് കേട്ടോ. മിറ്റടിച്ചോരിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ചായ കുടി കേട്ടോ. ചിലപ്പോൾ ഓരോ കാറ്റാണ്, ചിലപ്പോൾ മിറ്റടിച്ചതിൻ്റെ മുന്നേ തിന്നും, അല്ലെങ്കിലോ മിറ്റടിച്ചോരി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധനമിട്ട് ഉണ്ടാക്കിയ പുളിഞ്ചിയാണ്. നമ്മൾ അയലോകത്തെ പെരിയിൽ നിന്ന് കുറച്ച് പുളി ഇട്ടീനി. അത് ഞാനൊന്ന് ഉച്ചക്ക് കണ്ണ് മാളിയപ്പോൾ മൂപ്പരന്നെ വന്നുകാണ്ട് പുളിയൊക്കെ പിഴിഞ്ഞ് കുറച്ച് പഞ്ചാരയൊക്കെ കുത്തി കലക്കി ഉണ്ടാക്കി വെച്ചതാണ്. അതാണ് ഓലിക്ക് ഞാനിന്ന് സ്കൂൾക്ക് കൊണ്ടുപോകണത് കേട്ടോ. സ്കൂൾക്ക് അങ്ങനെ മിന്നൂട്ടിനെ സ്കൂൾക്ക് കൊണ്ടുപോയാക്കാനായപ്പോഴാണ് നമ്മൾ അനുസരിച്ച് വിളിച്ചു കണ്ടറിഞ്ഞ് നമുക്ക് തറവാട്ടിക്കറ്റൊന്ന് പോകാൻ. അപ്പോൾ ഇപ്പാൻ്റെ അമ്മക്ക് സുഖമില്ലാതെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്നി. അപ്പോൾ ഡിസ്ചാർജ് ആയി കൊടുന്നേക്കണം കേട്ടോ, ശ്വാസം മുട്ടലൊക്കെ ഇനി. അപ്പോൾ അങ്ങനെ കൊടുന്നേക്കണം. അപ്പോൾ ഒന്ന് കാണാൻ പോകാറുണ്ട്. അങ്ങനെ വിളിച്ച് മിന്നൂട്ടിനെ വേഗം സ്കൂൾ കൊണ്ടുപോയാക്കി കണ്ട് വേഗം തുടച്ചിട്ട് നമ്മൾ എന്താട്ടി പോകുന്നേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ നിലമ്പൂർ പാട്ട് തുടങ്ങാനായിക്കണം കേട്ടോ. അതിന് ഇതാക്കണ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. മരണക്കിണറിൻ്റെ പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഞങ്ങൾ നേരെ കുടിയിലൊന്നും ഇറങ്ങാതെ തറവാട്ടിൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങിയിരിക്കണത്. അപ്പം ഞങ്ങൾ രണ്ടാളും നടന്ന് പോവുകയാണ് കേട്ടോ തറവാട്ടിക്ക്. ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ ഇതാക്കണേ തറവാട്ട് പെരയിലെത്തിക്കണേ. അപ്പോൾ പിന്നെ അമ്മായി ഉണ്ട്, വലിയ അമ്മായി ഉണ്ട്, പിന്നെ ചെറിയ കുഞ്ഞാമി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടെയൊക്കെ കയറി നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വലിയമാനെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം കുറച്ചൊക്കെ കുറവുണ്ട് പറഞ്ഞിട്ട്, എന്നാലും ശ്വാസം മുട്ടണുണ്ട്. അപ്പം ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ തറവാട്ടിൽ നിന്ന് പോന്നപ്പോഴാണ് മക്കളെ നമ്മൾ പണ്ട് സ്കൂൾ പഠിച്ചിന കാലത്ത് ഈ മുള്ളമ്പായം പറിച്ച് കുറേ തിന്നിക്കണേ. അപ്പം അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു പൂതിട്ടാ. അപ്പം ഞാനും ജൻസത്തിമ്പാടതാക്കണേ അത് കുറച്ച് പറിച്ചുകാണ്ട് തിന്നാന്ന് വിചാരിച്ചിട്ടോ. അത് പറിച്ചോനെ അന്ന് ഇത്രയൊന്നും ഉണ്ടായാലെന്നല്ല.
ഇന്നിപ്പം മരം നിറച്ചുകൊണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കുറേ പറിച്ച് തിന്നിക്കണേ നമ്മൾ കേട്ടോ. നിങ്ങളാരെങ്കിലും പറിച്ച് തിന്നിക്കണം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. ഇത് തിന്നാൻ വലിയ രസമൊന്നുമില്ല, എന്നാലും ഇത് ഇങ്ങനെ തൊള്ളിയിലിട്ട് ചമച്ച് തിന്നുമ്പോൾ അത് പ്രത്യേക ഒരു രസമാണ് കേട്ടോ. അതൊരു പുളിയും മധുരവും ഒക്കെ പാടെ കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് പറിച്ച് ഇങ്ങനെ ഇതാക്കണേ. അപ്പോൾ മുള്ളു കുത്തണമുണ്ട്. അപ്പോൾ ഇതാക്കണേ. പിന്നെ നമ്മൾ എളാപ്പാൻ്റെ കൂടെ ഒന്ന് കയറിട്ടോ. ഇതിലെ പോകുമ്പോൾ പിന്നെ അവിടെ കയറാഞ്ഞാൽ പറ്റൂലല്ലേ. എപ്പോഴേലും പിന്നെ കുഞ്ഞാമ്മ അറിഞ്ഞാൽ പറയും വല്ലാത്ത സാധനത്തുങ്ങൾ തന്നെ ഇതിലറ്റം പോയിട്ടൊന്ന് കയറിയില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറിച്ചിൽ വേണ്ട വിചാരിച്ചിട്ട് അവിടെ ഒന്ന് കയറി. അവിടെയും കുറച്ച് നേരം നോണയൊക്കെ പറഞ്ഞ് കുത്തിർന്ന് ഓലിക്കും 2 മുള്ളമ്പായൊക്കെ കൊടുത്ത് നമ്മൾ കുടിയേക്ക് വന്നിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ പെരിയിലെത്തിക്കണേ. അങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി നമ്മൾ പെരിയിലെത്തി. അപ്പം വന്നപ്പോൾ ഇതാക്കണേ ഒരു പൊങ്ങ് നമ്മളെ നാത്തൂതാത്ത തേങ്ങ പൊട്ടിച്ചിക്കാണ്ട് അവിടെ വെച്ചതാണ്. അത് ഞങ്ങൾ 2 തിന്ന് ഓക്ക് വേണം വെച്ചപ്പോൾ വേണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേന് ഇതാക്കളോണ്ട് പൈനാപ്പിളോണ്ട് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിരിക്കണം കേട്ടോ. അതൊരു 2 ഗ്ലാസ് കുടിച്ച് പെരും വെയിലും അല്ലേ. പിന്നെ കുറച്ച് നേരം നോണയൊക്കെ പറഞ്ഞ് കുത്തിർന്നുകാണ്ട് നമ്മൾ ചോറ് വെച്ചാൽ നിൽക്കണേ. വെണ്ടക്ക ചാറും സീഡി മുള്ളം പൊരിച്ചതും കൈപ്പങ്ങും ഉപ്പേരിയും അച്ചാറും ഉണ്ടായി. അങ്ങനെ അതൊക്കെ തിന്ന്. അപ്പം ഞങ്ങൾ വരുന്നോന്ന് ഉമ്മാക്ക് അറിയില്ലേനി കേട്ടോ. ഞങ്ങൾ പിന്നെ വണ്ടൂരൊക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞത്. പിന്നെ ഇപ്പാൻ്റെ പയറാണത്, പച്ചക്കറിയൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 മണിയാവുമ്പോൾ പോരാവോക്ക് കർലിക്കാടിന് പോകണം പറഞ്ഞു. അവൾക്ക് നേരിട്ട് ബസ്സാണ് കേട്ടോ പൂരാട്ടിക്ക്. അപ്പം അങ്ങനെ ബസ്സിന് പോകുക. അപ്പം ഞാനും ഓളൊപ്പം പോന്നിക്കണേ. 2 ഒപ്പം 4 മണിക്ക് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോരുകയാണ് കേട്ടോ. പോരുമ്പോൾ നമ്മളെ പെരിയിലാണ് പോയിക്കണെന്ന് തന്നെ തോന്നൂല കേട്ടോ. ഒരു ദിവസമൊക്കെ നിൽക്കണം, എന്നെങ്കിലും അവിടെ നിന്നിക്കണെന്നോ പെരിയൊക്കെ ചെന്നിക്കണെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇതാക്കണം ലേസ് മിച്ചർ ഇനി. അപ്പോൾ അതിന് പകുതി ആക്കി അടിച്ചും ജാൻസത്തേക്കും തന്ന്. പിന്നെ കുറച്ച് ഉമ്മാടെ എടുത്ത് വെച്ചിക്കണം കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തോളേണ്ടി ഞാനങ്ങൾ തന്നെ. അപ്പോൾ മാണ്ടാന്ന് കുറേ പറഞ്ഞു. പിന്നെ ഇമ്മാരല്ലേ, ഇമ്മാർക്ക് എന്തെങ്കിലും മക്കൾക്ക് കൊടുത്തേക്കാഞ്ഞാലും മക്കളായ ഞമ്മക്ക് കൊണ്ടുവരാഞ്ഞാലും വല്ലാത്ത പൊറുതിയേടാണ്. ലേസ് മിച്ചറെങ്കിൽ അത് അങ്ങനെ ഏതായാലും നമ്മളെ ലീസൊട്ടിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ പോന്നു കേട്ടോ.